ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ശരിയാക്കുന്ന ഒരു സാമ്പാറാണ് നോക്കുന്നത്. സാമ്പാറിന് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാർ ശരിയാക്കിയാണ്. വളരെ കുറച്ച് മാത്രം മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ചേർക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇതിന് ചേർക്കുന്നത്. എല്ലാവരും പറയാറില്ലേ സ്വീറ്റ് പൊട്ടറ്റോ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന്. കുറച്ച് അമരപ്പയറിടാം, കുറച്ച് പംകിൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇടാം. ഒരു ചെറിയ സവാളയും ഒരു ചെറിയ പീസ് കുമ്പളവും ഉണ്ട്, ഇതുകൂടി നമുക്ക് കട്ട് ചെയ്തിടാം. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാറാക്കാം. ഈ അരിഞ്ഞെടുത്ത കഷ്ണങ്ങളെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാമ്പാർ ശരിയാക്കി എടുക്കാൻ പറ്റും. ഈ സാമ്പാർ ശരിയാക്കാനായി ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കുമ്പോൾ വളരെ കുറച്ച് കഷ്ണങ്ങളെ ഉള്ളൂവെങ്കിലും സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്പം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം, വളരെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മസൂർ ദാൽ കഴുകിയത് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇതിനെ നമുക്ക് ഒറ്റ വിസിൽ മാത്രം വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം, അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിനൊരു വിസിൽ വന്നിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മിനിറ്റ് ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റീം പതുക്കെ ഒന്ന് വിട്ടിട്ട് ഇത് തുറന്നെടുക്കാം. ഒരുപാട് സമയം ഇതിനകത്ത് ഇരുന്നാലും ഇത് വെന്ത് പോകും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റീം കുറേശ്ശെ വിട്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. വളരെ പതുക്കെ നമുക്ക് ഇതിനെ ഇങ്ങനെ തുറക്കാം. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര വേഗമാണ് നമ്മുടെ സാമ്പാർ റെഡിയായെന്നൊക്കെ. നമുക്ക് പെട്ടെന്ന് ഒരു സാമ്പാർ റെഡിയാക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ നമുക്ക് വേഗം ഒരു സാമ്പാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അല്പം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളി എല്ലാം നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്തൊഴിക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്പം കടുക് ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. കൊച്ചുള്ളി ഞാൻ എപ്പോഴും കടുക് വറുക്കുന്നതിനോടൊപ്പം അല്പം ചേർത്തിട്ട് ഇങ്ങനെ മൂപ്പിച്ചിടാറുണ്ട്. അതെനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം, 2-3 ഉണങ്ങിയ മുളക് കൂടി ഇട്ട് കൊടുക്കാം, അല്പം ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊക്കെ മൂപ്പിച്ചിട്ട് നമുക്ക് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കലക്കിയിട്ട് ഒരല്പസമയം ഇവിടെ അടച്ചു വയ്ക്കാം. നമുക്ക് ഈ സാമ്പാറിനെ കുറച്ച് കോരി നോക്കാം. നല്ല അടിപൊളിയായ നമ്മുടെ സാമ്പാർ നോക്കിക്കേ. ഇങ്ങനെയും നമ്മൾക്ക് സാമ്പാർ ശരിയാക്കി എടുക്കാം. ദോശയും ഇഡലിയും ചോറും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു സാമ്പാറാണിത്. നിങ്ങൾ ഇങ്ങനെയും തയ്യാറാക്കി നോക്കൂ. അടിപൊളി സാമ്പാറാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.